ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് ഒരുക്കിയ ഈ നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനും ഇതിന് ഈ അവസരം ഒരുക്കി തന്ന SBS-നോടുമുള്ള നന്ദി ദൈവനാമത്തിൽ പ്രാരംഭമായി അറിയിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ വരവ് ക്രിസ്ത്യാനിക്ക് ലാഭകരമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനായിട്ടാണ് നാം ശ്രമിക്കുക. ഒരുപക്ഷെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് വിശ്വാസികളായ നമുക്ക് ലാഭകരമാണോ എന്നൊരു ചോദ്യമാണ് നാം ഈ മാസം ചർച്ച ചെയ്യാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത്, ആഗ്രഹിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവമേ, അടിയനോട് സംസാരിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ, ആ സമർപ്പണത്തോടെ ആയിരിക്കുവാനും ദൈവത്തിന്റെ വചനം കൃത്യമായി പഠിക്കുവാനും ഈ ഒരു പഠനത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ വരവ് ക്രിസ്ത്യാനിക്ക് ലാഭകരമോ? നമ്മൾ ഇതിന്റെ ഈ ക്ലാസ് ഒരു 3 ഹെഡിങ്ങിലായിരിക്കും ചിന്തിക്കുക. നമ്മൾ ആദ്യമായിട്ട് ആരാണ് ക്രിസ്ത്യാനി എന്ന് ചിന്തിക്കും. രണ്ടാമതായി എന്താണ് ക്രിസ്ത്യാനിയുടെ പ്രധാന സവിശേഷത എന്നുകൂടെ ചിന്തിക്കും. മൂന്നാമതായി ക്രിസ്തുവിന്റെ വരവ് ക്രിസ്ത്യാനിക്ക് എന്താണ് എന്നുകൂടെ നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്ന് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ആരാണ് ക്രിസ്ത്യാനി? ആരാണ് ക്രിസ്ത്യാനി ചോദ്യത്തിന് ഒരുപക്ഷെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ആമുഖമായ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകട്ടെ. വേദപുസ്തകത്തിന് പുതിയ നിയമത്തിനകത്ത് 3 സ്ഥലങ്ങളിലായി ക്രിസ്ത്യാനി എന്ന പദം രേഖപ്പെടുത്തിയിട്ട്, ക്രിസ്ത്യാനി എന്ന വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാക്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ്. അവിടെ നാം പഠിച്ചാൽ അറിയാം, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരെയാണ് അവിടെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചിട്ടുള്ളത്. രണ്ടാമതായി പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 26-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചിട്ടുള്ളത്. ഇനി അവസാനമായി പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുന്നവരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചിട്ട് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വസ്തുതയാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം. ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. നമുക്ക് ആധാരമായിരിക്കുന്ന വാക്യം ഒന്ന് വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 26-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിച്ചു കേൾപ്പിക്കാം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി. ഇത് 1-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. നടന്ന സ്ഥലത്തിന്റെ പ്രത്യേകത അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച കാര്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അന്ത്യോക്യയിൽ വെച്ചാണ് അന്ന് വരെയും ക്രിസ്തു ശിഷ്യന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അവർ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് എന്ന് സമൂഹം പറഞ്ഞിരുന്ന ആളുകളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചിന്തിച്ചു നോക്കുക. ഈ അന്ത്യോക്യ എന്ന് പറയുന്ന നമുക്ക് ഈ മാപ്പിൽ കാണാനായിട്ട് സാധിക്കും. അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ തുർക്കിയുടെ ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ്. യെരുശലേമിൽ നിന്ന് 500-ൽ പരം കിലോമീറ്റർ ദൂരെയാണ്, ഏകദേശം 500-ൽ പരം കിലോമീറ്റർ ദൂരെയാണ് ഈ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം ഇത്രയും ദൂരെയാണ്. അവിടേക്ക് വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാർ പോകുവാൻ ഇടയായ സാഹചര്യം യെരുശലേമിൽ വലിയ ഒരു പീഡ ഉണ്ടാവുകയും വിശ്വാസികളെല്ലാം ചിതറിപ്പോവുകയും ചെയ്തു. അങ്ങനെ ചിതറിപ്പോയപ്പോൾ കുറച്ച് വിശ്വാസികൾ ഈ അന്ത്യോക്യയിലേക്കും ചെന്നു. അവിടെ ചെന്നിട്ട് അവർ യേശു കർത്താവിനെ കുറിച്ച് സാക്ഷീകരിച്ചു. അവർ പോയ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം പറഞ്ഞു. അന്ത്യോക്യയിൽ അല്പകാലം താമസിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ കൂടാരം അടിക്കുകയോ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്തപ്പോൾ അവർ അവിടെ സുവിശേഷം പ്രസംഗിക്കുകയും അവിടെ ഒരു സഭ സ്ഥാപിതമാകുകയും ചെയ്തു. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ അന്ത്യോക്യ യെരുശലേമിൽ നിന്ന് മൈലുകൾ അല്ലെങ്കിൽ കിലോമീറ്ററുകൾ ദൂരെയാണ്. ഒന്നാമത്തെ വിഷയം ചിന്തിക്കണം അത്. രണ്ടാമത്തെ കാര്യം,
യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച ജീവിത സമയത്ത് ഒരിക്കൽ പോലും ഈ അന്ത്യോക്യയിലേക്ക് പോയിട്ടില്ല, ഈ സ്ഥലം സന്ദർശിച്ചതേ ഇല്ല. അപ്പൊ യേശുവിനെ ഇവരാരും ഈ വിശ്വാസികളോ അല്ലെങ്കിൽ ഈ നാട്ടുകാരോ നേരിട്ട് കണ്ടിട്ടില്ല. ഇനി യേശുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊന്നും ഈ സമയത്ത് സുലഭമായി ലഭിച്ചിട്ടും ഇല്ല. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: അന്ത്യോക്യയിലുള്ളവർ യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. യേശുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങളോ പഠിപ്പിക്കലുകളോ സുലഭമായിട്ടുമില്ല. പഠിപ്പിക്കലുകളില്ല എന്നല്ല, പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ എഴുത്തുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ നമുക്ക് യാതൊരു തെളിവുകളുമില്ല. അപ്പൊ അത്തരം പുസ്തകങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ത്യോക്യയിലുള്ളവർ ക്രിസ്തു ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? അവരിതുവരെ കണ്ടിട്ടില്ലാത്തവരാണ് ക്രിസ്തുവിനെ കുറിച്ച് പുസ്തകങ്ങളൊന്നുമില്ല, ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കലുകൾ സുലഭമായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കൂട്ടം ആളുകളെ നോക്കിയിട്ട് അവൻ ക്രിസ്ത്യാനിയാണ്, അവൾ ക്രിസ്ത്യാനിയാണ്, ആ കുടുംബം ക്രിസ്തീയ കുടുംബമാണ്, അവർ ക്രിസ്ത്യാനികളാണ് എന്ന് പറയാനുള്ള സാഹചര്യം എന്താണ്? എന്തായിരിക്കാം സാഹചര്യം നമ്മൾ വായിച്ച ആ വാക്യത്തിൽ തന്നെയുണ്ട്. ആ വാക്യം എങ്ങനെയാണ്? നാം ആ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. നോക്കിയേ, അവിടെ ഹൈലൈറ്റ് ആയി പറയാൻ കഴിയുന്ന കാര്യം എന്താണ്? അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആരാണ് അവർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് അവർ? അപ്പോസ്തലനായ പൗലോസും അല്ലെങ്കിൽ തർസോസുകാരനായ ശൗലും ബർന്നബാസുമാണ് അവർ എന്ന് പറയുന്ന രണ്ടുപേർ. അവർ ഒരു വർഷം അന്ത്യോക്യയിൽ താമസിച്ചിട്ട് സഭായോഗങ്ങളിൽ കൂടി പങ്കെടുത്തു, ബഹുജനത്തെ ഉപദേശിച്ചു. അപ്പം അവര് പുറത്തും അകത്തും ദൈവത്തിന്റെ വചനം ഉപദേശിക്കുകയാണ്, പഠിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പഠിപ്പിച്ചപ്പോൾ അവർക്ക് ക്രിസ്തുവിനെ മനസ്സിലായി. രണ്ട്, അങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഈ നടക്കുന്ന ആളുകളെ കണ്ടിട്ട് ഇവർ പറയുന്ന ആ വ്യക്തിയെ പോലെയാണ് ഈ കൂട്ടം ആളുകൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ആളുകൾ അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ ശിഷ്യന്മാരല്ലാത്ത ആളുകൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുവാൻ ഇടയായി. അപ്പോൾ ക്രിസ്ത്യാനി എന്ന പേര് അന്ത്യോക്യയിലുള്ള ക്രിസ്തു ശിഷ്യന്മാർക്ക് ലഭിച്ചതിന്റെ കാരണം ആ നാട്ടിലുള്ള ആളുകളും അവരും ദൈവത്തിന്റെ വചനം പഠിച്ചു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തായിരിക്കാം അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചത്? ക്രിസ്തുവിനെ പോലെ ആകാൻ തക്കവണ്ണമുള്ള എന്ത് പ്രബോധനമായിരിക്കാം അപ്പോസ്തലനായ പൗലോസ് നൽകിയത്? ഞാനൊരു 3 വാക്യങ്ങൾ നിന്നുകൊണ്ട് എന്തായിരിക്കാം അദ്ദേഹം പഠിപ്പിച്ചത് എന്ന് ഒന്ന് വേഗത്തിൽ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 3 വാക്യങ്ങൾ വായിച്ചിട്ട് എന്തായിരിക്കാം പഠിപ്പിച്ചത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ വാക്യം റോമാലേഖനം 8:29, രണ്ടാമത്തെ വാക്യം ഗലാത്യർ 2:20, മൂന്നാമത്തെ വാക്യം ഫിലിപ്പിയർ 1:21. ഈ 3 വാക്യങ്ങളും പഠിച്ചാൽ അറിയാം അപ്പോസ്തലനായ പൗലോസ് എന്തായിരിക്കാം, അല്ലെങ്കിൽ തർസോസുകാരനായ ശൗൽ എന്തായിരിക്കാം അന്ത്യോക്യയിലുള്ള വിശ്വാസികളോട് പ്രസംഗിച്ചത്. ഒന്നാമത്തെ വാക്യം റോമാലേഖനം 8:29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ രക്ഷയെക്കുറിച്ച് പറയുന്ന വാക്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാക്യത്തിനകത്ത് ഹൈലൈറ്റ് ആയി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്?
അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ് നമ്മുടെ രക്ഷയുടെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. നമ്മെ മുന്നറിഞ്ഞതിൻ്റെയും നമ്മെ രക്ഷിച്ചതിൻ്റെയും നമ്മെ വീണ്ടെടുത്തതിൻ്റെയും ഒക്കെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത് അന്ത്യോക്യയിലുള്ള ക്രിസ്തു ശിഷ്യന്മാരോട് പൗലോസ് പറയുകയാണ്, പ്രസംഗിക്കുകയാണ്, നാട്ടിലും പ്രസംഗിക്കുകയാണ്, അല്ലയോ പ്രിയമുള്ളവരെ, നിങ്ങളൊരു കാര്യം അറിയണം, സർവ്വത്തിന്റെയും സൃഷ്ടാവായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് അവന്റെ പാപത്തിന് പരിഹാരമായി മരിച്ച് കാൽവറിയിൽ യാഗമായി ഉയർത്തെഴുന്നേറ്റ് രക്ഷാമാർഗം ഒരുക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാക്കേണ്ടതിനാണ്. സ്തോത്രം. അപ്പൊ നമ്മെ രക്ഷിച്ചതിന് വേണ്ടിയിട്ടാ, യേശുവിനെ പോലെ നമ്മെ ആക്കാൻ, യേശുവിന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാക്കാൻ. പലപ്പോഴും നമ്മൾ ഈ രക്ഷ എന്നൊക്കെ പറയുമ്പോൾ സ്വർഗം എന്ന് പറയുന്ന ഒരു അനുഗ്രഹത്തിനകത്ത് ഇങ്ങനെ എന്താ പറയാ, സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാറുണ്ട്. ശരിയാ, സ്വർഗം കിട്ടും എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ് എന്നുണ്ടെങ്കിൽ തന്നെയും സ്വർഗമല്ല ആത്യന്തികമായ അനുഗ്രഹം. ആത്യന്തികമായ അനുഗ്രഹം ഞാനും നിങ്ങളും യേശുവിനെ പോലെ ആകുന്നു എന്നുള്ളതാണ്. സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചത്, മറിച്ച് യേശുവിന്റെ സ്വഭാവത്തോട് എന്നെയും നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും അനുരൂപരാക്കേണ്ടതിനാണ്. ആ സ്വഭാവത്തിന് സാദൃശ്യമുള്ള സ്വഭാവം നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ വളർച്ചയിലേക്ക്, ക്രിസ്തുവിനെ പോലെയാകുന്ന വളർച്ചയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് നമ്മെ രക്ഷിച്ചത്. അപ്പൊ ഈ പഠിപ്പിക്കൽ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ വാക്യം, ഗലാത്യർ 2:20. ആ വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഈ വാക്യം നമ്മൾ പറയുന്ന കാര്യം നോക്കിയേ. ഒന്ന്, ഞാൻ യേശുക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തു യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ഞാൻ ജീവിക്കുന്നില്ല, ക്രിസ്തുവേ ജീവിക്കുന്നുള്ളൂ. അതെങ്ങനെയാണ്? അത് വിശ്വാസത്താൽ ജീവിക്കുന്നു. വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, പ്രിയ ദൈവമക്കളെ, രണ്ടാമത് പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒന്നാമത് പഠിപ്പിച്ചു, നമ്മെ രക്ഷിച്ചതിന്റെ ഉദ്ദേശം ക്രിസ്തുവിനെ പോലെ ആകാനാണ്. എന്നിട്ട് അതിന്റെ വിശദീകരണമായി പൗലോസ് പറയുകയാണ്, അതിനായി ഞാൻ ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നില്ല, ക്രിസ്തു മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്ന് വിശ്വസിക്കണം. അപ്പൊ നമ്മെ രക്ഷിച്ചത് യേശുവിനെ പോലെ ആകാനാണ്, യേശുവിനെ പോലെ ചിന്തിക്കാനാണ്, യേശുവിനെ പോലെ പ്രവർത്തിക്കാനാണ്, യേശുവിനെ പോലെ നോക്കാനാണ്, യേശുവിനെ പോലെ കേൾക്കാനാണ്, യേശുവിനെ പോലെ ജീവിക്കാനാണ്. അത് ശരിയാണ്. പക്ഷേ ആ ജീവിതത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരണമെങ്കിൽ നാം ഒരു കാര്യം വിശ്വസിക്കേണ്ടതുണ്ട്. എന്താ വിശ്വസിക്കേണ്ടത്? കാൽവറി ക്രൂശിൽ യേശു മരിച്ചപ്പോൾ ആ കൂടെ ഞാനും മരിച്ചു. ആ ക്രൂശിൽ യേശു മാത്രമല്ല, ഞാനും മരിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നില്ല. ആര് മാത്രമേ ജീവിക്കുന്നുള്ളൂ? യേശു മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കണം. തീരുമാനമെടുത്താൽ പോരാ, പ്രസംഗിച്ചാൽ പോരാ, എഴുതി വെച്ചാൽ പോരാ, നമ്മൾ വിശ്വസിക്കണം. ഞാൻ ഇല്ല, ജോൺസൺ ലാസർ ഈസ് നോ മോർ, ജോൺസൺ ഇല്ല, ആര് മാത്രമേ ഉള്ളൂ? ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത് പറയുകയാണ്, ദൈവം നമ്മെ രക്ഷിച്ചതിന്റെ കാരണം നമ്മെ യേശുവിനെ പോലെ ആക്കാനാണ്. അതിനു വേണ്ടി നമ്മൾ വിശ്വസിക്കണം. ഞാൻ മരിച്ചു.
ക്രിസ്തു മരിച്ചപ്പോൾ ആ കൂടെ ഞാനും കൂടെയാ മരിച്ചത്. ഞാനിപ്പോ ജീവിക്കുന്നില്ല കേട്ടോ, ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് ഫിലിപ്പിയർ 1:21 വാക്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകും. ഇപ്പൊ മൂന്നാമതായി പറയുകയാണ്, ജീവിക്കുന്നത് ക്രിസ്തുവാകണം, എന്നിട്ട് ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാം. ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാം. ലൈഫ് എന്ന് പറയുന്ന ആ 4 അക്ഷരത്തിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞാൽ, ഒരു നിർവചനം കൊടുക്കാൻ പറഞ്ഞാൽ, നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിർവചനം ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ജോൺസന്റെ ജീവിതമല്ല, എന്റെ ജീവിതമല്ല. ഞാൻ ഓൾറെഡി മരിച്ചു, ക്രൂശിൽ ഞാൻ ഓൾറെഡി മരിച്ചു. ഇനി എന്റെ ജീവിതമില്ല, ഞാൻ മരിച്ചു. മരിച്ചയാൾക്ക് പിന്നെ എന്തോ ജീവിതമാ? മരിച്ചയാൾക്ക് പിന്നെ എന്തോ ആഗ്രഹങ്ങളാ? മരിച്ചയാൾക്ക് പിന്നെ എന്തോ ഈഗോയാ? മരിച്ചയാൾക്ക് പിന്നെ എന്തോ ആനന്ദമാ? ഒന്നുമില്ല. എന്തോ പ്രശംസിക്കാണ്? ഒന്നുമില്ല. ക്രിസ്തുവിന്റെ ജീവിതമാണ്. അപ്പൊ ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ശിഷ്ട ആയുസ് മുഴുവൻ നാം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് ക്രിസ്തുവിന്റെ ജീവിതമാണ്. ക്രിസ്തുവിന്റെ ജീവിതം. ആരും ജോൺസൺ ലാസറിനെ കാണരുത്, ആരും എന്റെ സ്വഭാവത്തെ മനസ്സിലാക്കരുത്. ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കുമോ എന്നറിയാൻ ജോൺസനെ നോക്കിയാ മതി എന്ന് ആളുകൾ പറയുന്ന സാക്ഷ്യത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഞാൻ വരുമ്പോൾ എന്നെ കണ്ടിട്ട് ആളുകൾ വിളിക്കും, ദാ ക്രിസ്ത്യാനി പോകുന്നു, ദാ ക്രിസ്ത്യാനി പോകുന്നു. ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന ജീവിതം, ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുമ്പോൾ, നമ്മെ കണ്ടിട്ട് ആളുകൾ പറയുവാനിടയാകും, അതാ ക്രിസ്ത്യാനി. ഇന്ന് ക്രിസ്ത്യാനി എന്ന പദത്തിന് ക്രിസ്തു മതത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ എന്നാണ് അർത്ഥമെന്ന് വരികിലും, വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് ക്രിസ്തു മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നയാൾ ക്രിസ്ത്യാനി എന്നല്ല, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവൻ ക്രിസ്ത്യാനി എന്നാണ്. അതിൽ നാം ആദ്യം പഠിക്കേണ്ട കാര്യം, എന്നെ രക്ഷിച്ചത് യേശുവിനെ പോലെ ആക്കാനാണ്. അങ്ങനെ ആകണമെങ്കിൽ ഞാൻ മരിച്ചു എന്ന് വിശ്വസിക്കണം, ക്രിസ്തുവെ ജീവിക്കുന്നുള്ളൂ എന്ന് വിശ്വസിക്കണം. എന്നിട്ട് ക്രിസ്തുവിന്റെ ജീവിതം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം. ദൈവമക്കളെ, നിർഭാഗ്യവശാൽ ക്രിസ്തുവിനെ പോലെയാകണം എന്നുള്ള ആ പഠിപ്പിക്കലുകൾ നമ്മുടെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ എപ്പോഴൊക്കെയോ പതിയെ അപ്രതീക്ഷിതമായിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പഠിക്കലുകൾ നടത്താറുണ്ട്. ഞാൻ അതിനെ പൂർണ്ണമായി തെറ്റു പറയുകയോ അല്ലെങ്കിൽ ഞാനത് പൂർണ്ണമായി അതിനെ പ്രതിരോധിക്കുകയോ ഒന്നുമല്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായി ജ്ഞാനമുള്ളവരായി തീരുകയും എല്ലാ വിഷയങ്ങളിലും 100 മാർക്ക് വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും, എന്നാൽ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ നമുക്ക് ക്രിസ്തുവിനെ പോലെയാകാൻ സാധിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ പഠനം അത് വ്യർത്ഥമായി തീർന്നിട്ടില്ലേ? പലപ്പോഴും പല സഭകളിലും ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടക്കാറില്ല. വിഷയങ്ങളല്ല ആഴ്ചയിലും പ്രസംഗിക്കുന്നത്. പലപ്പോഴും ക്രിയേഷനെ കുറിച്ചുള്ള ഒരാഴ്ച പഠിപ്പിക്കും, പിറ്റേ ആഴ്ച സൺസ് ഓഫ് ഗോഡ് ആരാണ്, ദൈവത്തിന്റെ പുത്രന്മാരാരാണെന്ന് പഠിപ്പിക്കും. പിറ്റേ ആഴ്ച ദാവീദിനെ കുറിച്ചോ ദാനിയേലിനെ കുറിച്ചോ ഹോശയെ കുറിച്ചോ ഇയ്യോബിനെ കുറിച്ചോ മോശയെ കുറിച്ചോ ഒക്കെ പഠിപ്പിക്കും. പിന്നെ ഒരാഴ്ച ശിഷ്യന്മാരെ കുറിച്ച് പഠിപ്പിക്കും. പിന്നെ അങ്ങോട്ട് വെളിപ്പാടിനെ കുറിച്ച് പഠിപ്പിക്കും. പിന്നെ അങ്ങോട്ട് ഇസ്രായേലിനെ കുറിച്ച് പഠിപ്പിക്കും. ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാ. ക്രിസ്തുവിനെ പോലെ ആകണമെന്നുള്ള ആ ജീവന്റെ വചനം നമ്മളിലേക്ക് വരുന്നില്ല. മറ്റ് ഇതര പ്രൊട്ടസ്റ്റന്റ് സഭകളിലാണെങ്കിൽ അവർ പഠിപ്പിക്കുന്ന പലപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ സഹായിക്കുന്ന യേശുവിനെ കുറിച്ച്. പെന്തക്കോസ്തിലൊക്കെ ആണെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആകണമെന്നൊരു ചിന്ത പോലും പഠിപ്പിക്കാറില്ല. ക്ഷാമം മാറും, രോഗം മാറും, ദുഃഖം മാറും, പ്രയാസം മാറും, വിസ കിട്ടും, വീട് കിട്ടും, കാറ് കിട്ടും എന്നുള്ളതല്ലാതെ ക്രിസ്തുവിനെ പോലെയാണ് അത്തരം സഭകളിൽ പഠിപ്പിക്കാറില്ല. പ്രധാന സഭകളിലേക്ക് വന്നപ്പോൾ നമ്മൾ വിഷയങ്ങളിൽ ജ്ഞാനമുള്ളവരായി തീരുകയാണ്.
എല്ലാ പുസ്തകത്തെക്കുറിച്ചും അറിയാം, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിയാം. കർത്താവിന്റെ വരവ് 2 ആണോ 3 തരത്തിലാണോ, അത് എപ്പോഴൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പിതാവിന് മാത്രമേ കൃത്യമായി യേശു കർത്താവ് എന്ന് വരും എന്ന് ധാരണയുള്ളൂ എന്ന്. പക്ഷെ ബ്രദറുകാർക്ക് കർത്താവിനേക്കാൾ കൂടുതൽ അറിയാം എപ്പോഴാ കർത്താവ് വരുന്നതെന്ന്. വളരെ നിശ്ചയം കൊണ്ടിരിക്കുക. ഞാനിത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, സത്യം പറയുന്നതാ. എത്രയോ ആഴ്ചകളായി ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്ത പ്രസംഗങ്ങൾ, എത്രയോ പ്രബോധനങ്ങൾ പറയുമ്പോഴും ക്രിസ്തുവില്ല അതിനകത്ത്. വിഷയം വേറെന്തൊക്കെയാണ്. അത്തരം ഒരു സമീപനത്തിലേക്ക് നമ്മൾ പോയിട്ട്. പക്ഷെ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിച്ചത്. അപ്പോസ്തല കാലത്ത് ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജ്ഞാനമുള്ള ഒരു ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അടിസ്ഥാനം ക്രിസ്തുവാണ്, അതല്ലാതെ വേറെ ഒന്നും ഇടാനായിട്ട് സാധിക്കത്തില്ല. ക്രിസ്തുവേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ക്രിസ്തു ക്രിസ്തു കേന്ദ്ര വിഷയം ക്രിസ്തു, കേന്ദ്ര വിഷയം ക്രിസ്തു. ക്രിസ്തുവിനെ പോലെ ആകാൻ പഠിപ്പിക്കല. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെയോ കുറച്ച് ഡൈവേർഷൻ വന്നു പോയിട്ടുണ്ട്. നമ്മളിലേക്ക് തന്നെ പതിയെ പതിയെ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ഒതുക്കമൊക്കെ ഒന്ന് മാറിയിട്ട്, ആ ബന്ധനമൊക്കെ ഒന്ന് മാറിയിട്ട് നാം ക്രിസ്തുവിനെ പോലെ ആകുന്ന, വളരുന്ന, ജീവന്റെ വചനം കേൾക്കുന്ന അവസ്ഥകളിലേക്ക് വരണം എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. വരുന്ന തലമുറയെങ്കിലും ക്രിസ്തുവിനെ പോലെ ആകുന്നവരായിത്തീരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അതിനായിട്ട് എല്ലാ കൃപയും നൽകട്ടെ. അപ്പോൾ ഒന്ന്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അന്ത്യോക്യയിലെ ജനം ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. സുലഭമല്ലാതിരുന്ന ഒരു സബ്ജക്റ്റ്, സുലഭമല്ലാതിരുന്ന ഒരു വ്യക്തി പ്രഭാവം, ആ വ്യക്തിയെ കുറിച്ച് അവർ പ്രസംഗത്തിലൂടെ കേട്ടു. ആളുകളെ നോക്കി, തമ്മിൽ നോക്കിയപ്പോൾ ഇവർ ഈ പ്രസംഗവും ജീവിതവും ഒരുപോലെയാണ്. അപ്പൊ അവർ വിളിച്ചു, ഇവർ ക്രിസ്ത്യാനികൾ. പഠിപ്പിക്കൽ ഒന്ന്, നമ്മെ രക്ഷിച്ചതിന്റെ ഉദ്ദേശം ക്രിസ്തുവിനെ പോലെ ആകാൻ. അതിന് ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു എന്ന് വിശ്വസിക്കണം, ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് വിശ്വസിക്കണം. 3, ക്രിസ്തുവിന്റെ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കണം. അതാണ് ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവൻ. 2, ക്രിസ്ത്യാനി സമം ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവൻ. നമുക്ക് വായിക്കാം പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 26-ാം അധ്യായം 28-ാമത്തെ വാക്യം. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. എങ്കിലും ജസ്റ്റ് ഈ വിശദീകരിക്കാൻ വേണ്ടി മാത്രം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയട്ടെ. പൗലോസ് തടവിലായ സമയത്ത് വാദം കേൾക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം പൗലോസിന്റെ ഭാഗം, ഞാന് നീതിമാനാണോ നിഷ്കളങ്കനാണോ എന്ന് പറയാനുള്ള അവസരമാണ് അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പൗലോസ് നിഷ്കളങ്കനാണ്, അവൻ കുഴപ്പക്കാരനല്ല, കുറ്റമില്ലാത്തവനാണെന്ന് തോന്നിയാൽ വിട്ടയക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം ആ വാദമുഖത്ത് തൻ്റെ ന്യായവാദം പറയേണ്ടിടത്ത് തൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് ഈ രാജാവിനെ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിലേക്ക് നയിച്ചപ്പോൾ രാജാവ് പറയുകയാണ്, നീ എന്നെ ക്രിസ്ത്യാനിയായി തീരുവാൻ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഞാനൊരു കഥ പറയാം. ഒരു കഥ. ഒരിക്കൽ 2 രാജാക്കന്മാര് തമ്മിൽ വലിയ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധമുണ്ടായ സമയത്ത് ഒരു രാജാവ് അമ്പേ പരാജയപ്പെട്ടു. തൻ്റെ സൈന്യബലമൊക്കെ നഷ്ടമായി. അപ്പൊ വിജയിച്ച രാജാവ് ഈ പരാജയപ്പെട്ട രാജാവിനെ അദ്ദേഹത്തിന്റെ പ്രജകളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ തോൽവി സമ്മതിക്കുന്നു, താങ്കളാണ് വിജയി, ഞാനും എൻ്റെ രാജ്യവും ഇനി അങ്ങയുടെ കീഴിലാണ്, താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷെ എനിക്ക് ഒരു അപേക്ഷയുണ്ട്, എൻ്റെ ജീവനെ അങ്ങ് എടുക്കരുത്.
എന്റെ ജീവൻ, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലാതെ ഒന്ന് വിടണം, ജീവിക്കാൻ എന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിജയിച്ച രാജാവ് പറഞ്ഞു, ശരി, താങ്കളുടെ ആഗ്രഹത്തെ ഞാൻ മാനിക്കാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. താങ്കളുടെ കയ്യിലേക്ക് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വരും. ആ വെള്ളം തന്നു കഴിയുമ്പോൾ ഈ കൊട്ടാരത്തിന് മുൻപിലുള്ള മൈതാനത്തിലൂടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ, അതിന്റെ എതിർവശം വരെ നടക്കണം. നടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴാനായിട്ട് പാടില്ല. ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴത്ത്, ഒരു തുള്ളിയെങ്കിലും വീണാൽ നിങ്ങളെ ഞാൻ കൊല്ലും. പക്ഷെ എൻ്റെ പ്രജകളും എൻ്റെ സൈന്യവും ഒക്കെ ചുറ്റും നിൽക്കും. അവർ ചിലപ്പോൾ കളിയാക്കും, മോശം വാക്കുകൾ പറയും, ചീത്ത വാക്കുകൾ പറയും. എങ്ങനെയെങ്കിലും വെള്ളം താഴെ വീഴിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ആ വെള്ളം ഒരു തുള്ളി പോലും താഴെ വീഴാതെ അപ്പുറ സൈഡിലേക്ക് വരണം എന്ന് പറഞ്ഞു. രാജാവ് ആ വ്യവസ്ഥ ഏറ്റെടുക്കാൻ തയ്യാറായി. ഒരു സൈഡിൽ പോയി നിന്നു, വെള്ളമെടുത്തു, ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ചുറ്റും ആൾക്കാർ നിന്നിട്ട് കളിയാക്കുന്നുണ്ട്, കൂവുന്നുണ്ട്, ചീത്ത വാക്ക് പറയുന്നുണ്ട്, എന്തെല്ലാം കോപ്രായങ്ങൾ അവർ കാണിക്കാമോ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ രാജാവ് വളരെ മെല്ലെ 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 നടക്കുകയാണ്. ആ വെള്ളം അല്പം പോലും തുളുമ്പി പോകാതെ ഇങ്ങനെ ചെന്ന് 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 അങ്ങേയറ്റം വരെ ചെന്നു. അങ്ങേയറ്റം വരെ ചെന്നപ്പോ രാജാവ് ചോദിച്ചു, ആ നിങ്ങള് ശകലം പോലും വെള്ളം കളയാതെ ഇവിടം വരെ വന്നുവല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ രാജാവ് പറയുകയാണ്, ചുറ്റും നിന്ന് ആളുകളെ കളിയാക്കി, പക്ഷേ ഞാൻ എൻ്റെ ജീവനെ ഇങ്ങനെ എൻ്റെ കൈക്കുമ്പിളിൽ കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നം ആയില്ല. എൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ബാക്കിയെല്ലാം അവഗണിച്ചു, അതെല്ലാം പോട്ടെ എന്ന് വെച്ചു. നിസ്സാരമായിട്ട് കാരണം ഞാൻ എൻ്റെ ജീവൻ ഇങ്ങനെ കൈക്കുമ്പിളിൽ കൊണ്ടുവരികയായിരുന്നു. ജീവൻ രക്ഷിക്കുവാൻ ഒരു അവസരം കിട്ടിയപ്പോ ആ അവസരം വളരെ കാര്യക്ഷമമായി ഉപയോഗിച്ചു. ഇവിടെ നോക്കിയേ പൗലോസിന്റെ കാര്യം. ജീവൻ രക്ഷിക്കാൻ വേണമെങ്കിൽ, ഞാനൊരു നിരപരാധിയാണ്, ഞാൻ ഇവര് പറയുന്ന പോലെയുള്ള യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ തികച്ചും മാന്യനായ നേരായ നീതിയുള്ള മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് തന്റെ വാദമുഖങ്ങൾ മുൻപോട്ട് വെച്ച് രക്ഷപ്പെടുവാനുള്ള ഏതെങ്കിലും ഒരു വഴി നോക്കേണ്ട ഇടത്ത്, നോക്കുവാൻ സാധ്യതയുള്ള ഇടത്ത് പൗലോസ് പറഞ്ഞു, ഞാന് വിശ്വസിച്ചൊരു മാർഗമുണ്ട്, ഈ കർത്താവിലേക്ക് നീയും വരണം. നോക്കിയേ, അതിന്റെ അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയാണ്? നീ മാത്രമല്ല ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തെ അപേക്ഷിക്കുന്നു. സ്വന്തം സാക്ഷ്യം പറയുവാൻ, സ്വന്തം വാദം പറയുവാൻ നിൽക്കുമ്പോഴും ഈ പൗലോസിന്റെ ആഗ്രഹം, എനിക്ക് എങ്ങനെയെങ്കിലും ഒരാളെ എന്റെ കർത്താവിന് വേണ്ടി നേടണം. ഞാൻ പറയുന്ന സുവിശേഷം കേട്ടിട്ട് എന്റെ ശിരസ് അറുത്താൽ എനിക്ക് കുഴപ്പമില്ല, എന്നെ കേൾക്കുന്നവർ യേശുവിനെ അറിയുവാൻ മതി. ഞാൻ പറയട്ടെ പ്രിയ സ്നേഹിതരെ, ഈ ആണ്ടുതോറും കൺവെൻഷൻ നടത്തുമ്പോൾ മാത്രമല്ല, സുവിശേഷകന്മാര് പോയി ട്രാക്ട് കൊടുക്കുമ്പോൾ മാത്രമല്ല, പരസ്യ സ്ഥലങ്ങളിൽ ഇരുന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവൻ ഒരുപക്ഷെ കൊടുക്കേണ്ടി വന്നാൽ അവിടെയും ഈ നല്ല കർത്താവിനെ കുറിച്ച് പറഞ്ഞ്, യേശുവിനെ കുറിച്ച് പറഞ്ഞ് ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത, ഒരു അപേക്ഷാ മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോ നമ്മൾ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവരാ. നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നത് ടൈം ലിമിറ്റിലേക്ക് ആക്കിയിരിക്കുക. അത് കൺവെൻഷനിൽ ചെയ്യാം. നോ, ഞാൻ കൺവെൻഷൻ വേണമെന്നല്ല പറയുന്നത്. കൺവെൻഷനിൽ മാത്രം പോരാ. അത് സുവിശേഷകന്മാര് വീടുകളിൽ കയറി ചെയ്യുന്നുണ്ടല്ലോ. നോ, അത് മാത്രം പോരാ. അത് ട്രാക്ട് കൊടുക്കുമ്പോൾ ട്രാക്ടിനകത്തുണ്ടല്ലോ. നോ, അത് മാത്രം പോരാ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശുവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയുവാനായിട്ട് കഴിയുമോ? അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ
ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകട്ടെ, ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ഞാൻ ബലഹീനനായി. ശിക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സുവിശേഷം നിമിത്തം ചെയ്യുന്നു. പ്രിയ ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട മനോഭാവം ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും, അത് കൈപ്പേറിയതാകട്ടെ, മധുരമേറിയതാകട്ടെ, ആനന്ദകരമാകട്ടെ, ആവലാതികളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, ഏത് മേഖലയാണെങ്കിലും നമ്മളുടെ കാര്യം നോക്കുവാതെ, നമ്മളുടെ ലാഭങ്ങൾ നോക്കാതെ, നമ്മളുടെ നന്മകൾ നോക്കാതെ നേടാൻ, ക്രിസ്തുവിന് വേണ്ടി ആളുകളെ നേടുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. യേശു രക്ഷിതാവാണ്, അവൻ നിന്നെ രക്ഷിക്കുമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. കഴിയുമെങ്കിൽ നമ്മുടെ വണ്ടിയിലൊക്കെ ട്രാക്റ്റുകൾ വെക്കണം. ഒരാൾ ലിഫ്റ്റ് ചോദിച്ചാൽ അദ്ദേഹത്തെ കയറ്റിയിട്ട് ഒരു ട്രാക്റ്റെങ്കിലും കൊടുത്തു വിടാനായിട്ട് കഴിയണം. സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ നമ്മുടെ ബാഗിനകത്ത് ഒരു ചെറിയ ട്രാക്റ്റെങ്കിലും ഒന്ന് വെക്കണം. യേശുവിനെ കുറിച്ചൊന്ന് പറയാനായിട്ട് ശ്രമിക്കണം. യേശു നല്ലവനാണ് എന്നെങ്കിലും പറയണം. എവിടെയും ബസ് യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്ന ആളോട് ഉള്ള ലോകകാര്യവും പറഞ്ഞ്, സർക്കാരിന്റെ കാര്യവും പറഞ്ഞ്, ക്രിക്കറ്റിന്റെ കാര്യവും പറഞ്ഞ്, ഫുട്ബോളിന്റെ കാര്യവും പറഞ്ഞ്, സിനിമയുടെ കാര്യവും പറഞ്ഞ്, സീരിയലിന്റെ കാര്യവും പറഞ്ഞ്, അവിടുത്തെ ഇവിടുത്തെ കാര്യവും പറഞ്ഞ് സമയം എങ്ങനെ പാഴാക്കി കളയാതെ ക്രിസ്തുവിനെ കൊടുക്കാൻ നമുക്ക് കഴിയണം. യേശുവിനെ കൊടുക്കാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ നമുക്ക് സാധിക്കണം. നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം സഹിക്കുന്നു, എല്ലാവർക്കും ദാസനായി തീർന്നിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, ഈ 21-ാം നൂറ്റാണ്ടിൽ അനേക ആളുകൾ നാശത്തിലേക്ക് പതിക്കുമ്പോൾ നമ്മുടെ സമശിഷ്ടങ്ങൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ചാർച്ചക്കാര്, നമ്മുടെ സ്നേഹിതര്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, നമ്മുടെ കൂടെ കളിക്കുന്നവര്, നമ്മുടെ കൂടെ പഠിക്കുന്നവര്, ഇവരൊക്കെ ഈ നിത്യമായ അഗ്നിയിലേക്ക് പതിക്കുമ്പോൾ എന്റെ ദൈവമക്കളെ നമുക്ക് ആ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കും. ഇത് കേവലം സുവിശേഷകന്മാരുടെ മാത്രം കാര്യമായി പരിഗണിക്കരുത്. ഇത് കേവലം സുവിശേഷ യോഗങ്ങളുടെ മാത്രം ഉദ്ദേശമായി പരിഗണിക്കരുത്. എൻ്റെ ജീവിത ലക്ഷ്യം എനിക്ക് ചിലരെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ വേണ്ടി. പലരും പറയാറുണ്ട് കേരളം മുഴുവൻ സുവിശേഷം അറിഞ്ഞു കിടക്കുകയാണെന്ന്. ചുമ്മാ പറയുന്നതാ. സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകൾ കേരളത്തിൽ ഇന്നുമുണ്ട്. കേരളത്തിലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോഴും സുവിശേഷ വേലയ്ക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും പോകുന്നുണ്ട്. ഞാൻ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല, പക്ഷെ പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ, സുവിശേഷവുമായി ഞങ്ങൾ ചെല്ലുമ്പോൾ, അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ സുവിശേഷവുമായി വരുന്ന ആളുകൾ ഉണ്ട് എന്ന് പോലും അറിയത്തില്ല. ഞാൻ പറയുന്ന കേരളത്തിലെ കാര്യമാണ്, പുറത്തെങ്ങുമുള്ള കാര്യമല്ല. ഇങ്ങനെ ചില ആളുകൾ ഉണ്ട് എന്ന് പോലും അറിയത്തില്ല. അവർക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനാ വന്നേ? നിങ്ങൾ പുസ്തകം വിൽക്കാൻ വന്നതാണോ ഞാൻ ചോദിക്കുന്നത്? എന്തിനാ? അറിഞ്ഞുകൂടാ. എവിടെയൊക്കെയോ കുറച്ച് ട്രാക്റ്റ് കൊടുത്തു എന്ന് കരുതി എല്ലാവരും അറിഞ്ഞു തെറ്റിദ്ധരിക്കരുത്. അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് ജനം ഇന്നും അന്ധകാരത്തില, ഇന്നും അടിമത്വത്തില. ദൈവമക്കളെ, നമുക്ക് സാധിക്കണം ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ. ഞാനൊരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, മുൻപോട്ട് പോകട്ടെ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്ത് നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക. നമ്മുടെ സംസാരം, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ കുടുംബജീവിതം, നമ്മളുടെ വാഹനം, നമ്മുടെ ഇടപെടലുകളെല്ലാം സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രമായിരിക്കട്ടെ. അതിലൂടെ ആളുകൾ കർത്താവിനെ അറിയുവാൻ ഇടയായി
തീരട്ടെ. ഒന്ന്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവൻ ക്രിസ്ത്യാനി. രണ്ട്, ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവർ ക്രിസ്ത്യാനി. മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുന്നവൻ ക്രിസ്ത്യാനി. വേഗത്തിൽ അവസാനിപ്പിക്കാം. വാക്യം ഇതാണ്, 1 പത്രോസ് 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. കഷ്ടം വരുമ്പോൾ ലജ്ജിക്കാതെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അത് സഹിക്കാനുള്ള മനസ്സ്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഞാൻ വീണ്ടും അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം 1 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം വായിക്കുന്നു, അദ്ദേഹം ഏറ്റവും അധ്വാനിച്ചു. അദ്ദേഹം പല പ്രാവശ്യം തടമനുഭവിച്ചു, പല പ്രാവശ്യം അടികൊണ്ടു, പല പ്രാവശ്യം പ്രാണഭയത്തിലായി. 24-ാം വാക്യം പറയുന്നു, അദ്ദേഹം കല്ലേറുകൊണ്ടു, കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ മുഴുവൻ വെള്ളത്തിൽ കഴിക്കേണ്ടി വന്നു, നദികളിൽ ആപത്തുണ്ടായി, കള്ളന്മാരുടെ ആപത്തുണ്ടായി, കള്ളന്മാരാലുള്ള ആപത്തുണ്ടായി, സ്വജനത്താലുള്ള ആപത്തുണ്ടായി, അതായത് യഹൂദന്മാരുള്ള ആപത്തുണ്ടായി, ജാതികളാലുള്ള ആപത്തുണ്ടായി, പട്ടണത്തിലെ ആപത്തുണ്ടായി, കാടുകളിൽ നിന്ന് ആപത്തുണ്ടായി, കടലിലെ ആപത്തുണ്ടായി, കള്ള സഹോദരന്മാര് ചില പ്രശ്നങ്ങൾ കൊണ്ടുവന്ന അവര് നിമിത്തവും ആപത്തുണ്ടായി. പലവട്ടം അദ്ദേഹത്തിന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, ഉറക്കളയ്ക്കേണ്ടി വന്നു, പൈദാഹം അവർക്ക് അദ്ദേഹത്തിനുണ്ട്, ദാഹിച്ചു വരണ്ട അവസ്ഥയുണ്ടായി, പട്ടിണി ഉണ്ടായി, ശീതമുണ്ടായി, നഗ്നതയുണ്ടായി. സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരവും അദ്ദേഹത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, ഈ 23-ൽ പരം കഷ്ടങ്ങൾ അപ്പോസ്തലനായ പൗലോസ് സഹിച്ചതിന്റെ കാരണം കർത്താവിന് വേണ്ടി ചിലരെ നേടാൻ വേണ്ടിയിട്ടാണ്. ആ കഷ്ടങ്ങളെല്ലാം കർത്താവിന് വേണ്ടിയിട്ടായിരുന്നു. തൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയല്ല ബിഷപ്പ് സഹിച്ചു കിടന്നത്. തൻ്റെ ഒരു ലാഭത്തിന് വേണ്ടിയല്ല ദാഹം അനുഭവിച്ചത്. തൻ്റെ ഒരു ലാഭത്തിന് വേണ്ടിയല്ല ഈ പുറത്ത് 39 പ്രാവശ്യം മാറി മാറി അടി കൊണ്ടത്. തൻ്റെ ഒരു ലാഭത്തിന് വേണ്ടിയല്ല കടലിലൂടെയും കാട്ടിലൂടെയും യാത്ര ചെയ്തത്. തൻ്റെ ഒരു ലാഭത്തിനും വേണ്ടിയിട്ടല്ല ഉറക്കിളച്ചത്. തൻ്റെ ഒരു ലാഭത്തിനും വേണ്ടിയിട്ടല്ല പട്ടിണി അനുഭവിച്ച്, തൻ്റെ ഒരു ലാഭത്തിനും വേണ്ടിയിട്ടല്ല തണുത്തു വിറച്ചു പോലും യേശുവിനെ സാക്ഷീകരിക്കാൻ പോയത്. തൻ്റെ ഒരു ലാഭത്തിനും വേണ്ടിയിട്ടല്ല ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തുവിന് വേണ്ടിയിട്ട് കഷ്ടം സഹിക്കുക. നമ്മളെല്ലാം നമ്മുടെ കംഫോർട്ട് സോണിനകത്ത് മാത്രം കർത്താവിനായി ജീവിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുമ്പോൾ 23-ൽ പരം കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ച ഒരു ദൈവദാസനുണ്ടെന്ന് നാം ഓർക്കുന്നതാണ്. ഒരു ദൈവദാസനല്ല, ഒട്ടനേകം ആളുകൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറായി തീർന്നിട്ടുണ്ട്. ദൈവമക്കളെ, ഞാൻ ഈ വൈകിയ സമയത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർപ്പിക്കട്ടെ, കർത്താവിന് വേണ്ടി ചില കഷ്ടങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ചില നിന്ദ ചുമക്കാൻ, അപമാനം സഹിക്കാൻ, പ്രയാസങ്ങൾ സഹിക്കാൻ, ചിന്താഭാരങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, മുൻപോട്ട് പോവുകയാണ്. എൻ്റെ ക്ലാസ്സിൻ്റെ സമയം അവസാനിച്ചല്ലോ. ഞാൻ പൂർണ്ണ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ല് എങ്ങനെയുണ്ട്, ടു ബി എ ക്രിസ്ത്യൻ ഈസ് ടു ബി ചൂസൻ. ക്രിസ്ത്യാനിയാകുക എന്ന് പറയുന്നത് അത് ലഭിക്കുന്നതല്ല, അത് തിരഞ്ഞെടുക്കുന്നത് ആണ്. സോ നമുക്കൊരു തീരുമാനമെടുക്കാം, ഐ വിൽ ബിക്കം എ ക്രിസ്ത്യൻ. ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിക്കും. എങ്ങനെ? ക്രിസ്തുവിനെ പോലെ ജീവിക്കാം, ക്രിസ്തുവിനെ സാക്ഷീകരിക്കാം, ക്രിസ്തുവിനായി കഷ്ടം സഹിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ചയിൽ ക്രിസ്ത്യാനിയുടെ പ്രധാന സവിശേഷത കാണുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.